ചേച്ചിയുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ പാരന്റിങ്ങിനെ കുറിച്ചുള്ളതാ. അതെ, സാർ പറഞ്ഞ ലാസ്റ്റ് പോയിന്റിനോട് എനിക്ക് കംപ്ലീറ്റ് യോജിപ്പുള്ള ഒരാളാണ്. അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കുമെന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി പാരന്റ്സ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇതൊരു ഡീഫോൾട്ട് മോഡിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം, അതങ്ങനെ അങ്ങ് പൊയ്ക്കോളും, എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. ബിക്കോസ് എനിക്ക് നല്ലൊരു പേരന്റ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്വതയുള്ള ഒരാളാവണം. ബിക്കോസ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ കുറേ കൂടെ കെയർ ചെയ്യാമായിരുന്നു. എന്നെ കുറിച്ച് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ്. അപ്പോൾ അവർ അവസാനം നോക്കിയപ്പോൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ട പേരൻസ് ആണ്. പിന്നീട് എൻ്റെ കംപ്ലൈന്റ് ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് കുട്ടികൾ എന്നാ ഞാൻ പേരന്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോൾ ഒരു കരിയർ പേഴ്സൺ ആണ്. കരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ ഉണ്ട്, ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് എടുക്കണോ, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്താഗതികളാണ്. അപ്പോൾ രണ്ട് പേരൻസും കരിയറിന്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആര് നോക്കും? അപ്പം ഐ ബിലീവ് ദാറ്റ് പേരന്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തലമുറ, ഓരോ തലമുറ ബെറ്റർ ആൻഡ് ബെറ്റർ ആവണമെങ്കിൽ ആ തലമുറയിൽ പേരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളൊരു തലമുറയാണ്. അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ തലമുറ വിച്ച് ഇസ് കോൾഡ് എ വെരി ഷോർട്ട് ഫേസ് ആണ്. മില്ലനിയൽസിന് തൊട്ട് മുമ്പ് 76 to 83 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ തല്ലുകൊണ്ട് വളർന്നവര്. എന്തിനും ഏതിനും അടി, നിങ്ങൾ തെറ്റ് ചെയ്താലും അടി, നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അടി എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ആയിരുന്നു. സ്കൂളിൽ അടി കൊള്ളുമായിരുന്നു, ചൂരിലുകൊണ്ട് അടിക്കുക, അതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഒരുപാട് കെയറും റെസ്പെക്റ്റും കിട്ടി വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത്. അതൊരു പക്ഷെ നല്ലതായിരിക്കാം, നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ തലമുറ തലതെറിച്ചതാണെന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ എല്ലാ തലമുറയും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് വെറുതെ ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ, സാറോടാണ്. ദൃശ്യത്തിന് ശേഷം താങ്കൾ പ്രേക്ഷകർ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷെ എന്നാൽ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ലാസിയാണെന്നും പിന്നെ പഴയ നിലവാരം ഇല്ലാന്നും റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ സാറ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതാണോ? ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയാ വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിന്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത ഇന്റർവ്യൂലെല്ലാം ഞാൻ പറഞ്ഞു ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ വരരുത്. കാരണം ഇതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജും ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം പക്ഷെ മെമ്മറീസ് പോലെ ആയില്ല. ഞാൻ പറഞ്ഞത് മെമ്മറീസ് അല്ല ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെന്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെന്റ് ഫിലിം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ, ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്റെ ടാഗ് ലൈൻ തന്നെ നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷ ആൾക്കാർ എന്നെ വിളിച്ചപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞു. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാള്, ഞാൻ ഇത് പേര് പറയുന്നില്ല, ഒരാള് റിവ്യൂ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നുമല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള നല്ല ഒരു മാറ്റർ ഒരു ത്രില്ലർ ജോണറിനകത്തുകൂടെ പറഞ്ഞുപോയി.
അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. അപ്പൊ അല്ലാത്തവർ ഇപ്പൊ സസ്പെൻസ് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകരെന്ന് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവര് നിലം തൊടാതെ പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ കിട്ടുന്ന ഫീഡ്ബാക്സിൽ അതാണ്. എല്ലാവരും എന്താ ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ കുറെ ലോജിക് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇത് ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോവുക, അതിനു വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. ബിജുടാ, ബിജുടെ ജിത്തിന്റെ എല്ലാ മൂവികളിലും നോക്കിക്കഴിഞ്ഞാൽ, ഒരുവിധം മൂവികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് നായകന്മാർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. അപ്പൊ ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ഈ സിനിമയിലും നായകന് ഈ അതിബുദ്ധി ഉണ്ടോ? ഇതൊരു സിനിമയാണ്. ആക്ച്വലി ഇതിന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും. ഒരു ആ രീതിയിൽ ആൾക്കാർക്ക് കാണാവുന്ന ഒരു സിനിമ, ചെറിയൊരു ത്രില്ലുണ്ട്, ഒരു ക്രൈമുണ്ട്, അങ്ങനെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സിനിമ. പിന്നെ ജിത്തുവിന്റെ ഒരു സിനിമ എന്ന് നമ്മൾ ആദ്യം പ്രയോറിറ്റി ഇട്ട് നമുക്ക് കാണും. പിന്നെ നമ്മൾ സിനിമ ചെയ്തൊരു വലിയ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഈഗോ ക്ലാഷസ് ഉണ്ട്. ഒരു ജിത്തു സിനിമ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരു നായകന്റെ പറഞ്ഞ മേഖലയെ പറ്റി ഒന്നും നമുക്ക് ആലോചിക്കാൻ സമയമില്ല, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാന്ന് മാത്രമേ. ഉത്തരം കറക്റ്റ് അല്ലേ? വിജയേട്ടനോടാണ് ചോദ്യം. ഇവിടെ ആന്റണി ഒരു ക്രൂക്കഡ് ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിലുള്ള ആന്റണി അല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? ഞാൻ പറയാം, നമ്മളൊരു സ്ക്രീൻ പ്ലേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇത് പക്ക ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് വേണ്ട മൂവിയാണ് ആക്ച്വലി. കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഒരു ടൈം ബാറിനുള്ളിൽ നമുക്ക് വലിയൊരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കണം. അപ്പം അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. നമ്മൾ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, ഇപ്പം എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മളൊന്ന് ചെയ്തു. പിന്നെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന, 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു രീതിയാണ്. അത് എത്രത്തോളം ബ്രില്യൻ്റ് ആക്കാൻ പറ്റുന്ന രീതി ഞങ്ങൾ ഡിസ്കഷനും കാര്യങ്ങളും മാക്സിമം ചെയ്യാനല്ലാതെ എനിക്ക് കഥയ്ക്കപ്പുറമോ അല്ലാത്ത രീതിയിലും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിലൂടെ മാക്സിമം രീതി പുറത്ത് ആ ടെൻഷൻ മാക്സിമം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ 10-30 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല സീൻസും പല ഓർഡറിലല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ കണ്ടിന്യൂറ്റി പറ്റി അങ്ങനത്തെ മേഖലകളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ. നമ്മുടെ ആക്ടിങ് കണ്ടിന്യൂറ്റി എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മേഖലയിലൊക്കെയാണ്. പിന്നെ വളരെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ടിങ്. നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് ഇതാണ്, ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബിജുവിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന, ബിജു അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട്. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ഓക്കെ അതൊന്ന് രൂപപ്പെട്ട് മനസ്സിലൊരു ഐഡിയ വരും. പക്ഷെ അത് ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കഥയായിരിക്കും. ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ 1-2 മണിക്കൂറിന്റെ കണ്ടിന്യൂറ്റി. ഇത് 40 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല 30 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടിന്യൂ അത് ഓർഡറിലും ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ആക്ടറിന് അത് ഓട്ടോമാറ്റിക്കലി അവര് ആ ക്യാരക്ടറിനെ അത് അവരുടെ കഴിവാണ്. അത് ഇൻബോൺ കഴിവാണ്. അതുകൊണ്ടാണ് ഈസ് ആൻ ആക്ടർ. മനസ്സിലായി? അത് ഓട്ടോമാറ്റിക്കലി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് ഇൻബോൺ ആയിട്ട് ഉള്ളതാണത്. സാറിനോടാണ്, നമ്മുടെ ഈ സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ മുമ്പ് പറയുകയുണ്ടായി ഇതിനകത്ത് ട്വിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ അധികം ഇല്ലെന്ന്. അപ്പൊ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ സിനിമയേക്കാൾ ബുദ്ധിമാന്മാരാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഇത്രയും നിസ്സാരമായിട്ടുള്ള ട്വിസ്റ്റും ക്ലൂവും വെച്ച് സിനിമ ചെയ്തത് സാറിനൊരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ റിസ്ക് എടുക്കുക എന്നുള്ളതല്ലേ ഒരു ഫിലിം മേക്കറിന്റെ ഇത്. ഞാൻ ഇതിനെ പേടിച്ചു പറഞ്ഞത് ശരിക്കും അതൊരു റിസ്ക് അല്ലായിരുന്നു ഈ ഒരു? അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും ഒരു അതിനേക്കാളേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാല് ഒരു ത്രില്ലർ. ഒന്നാമത് എന്നറിയോ, ഞാനായിട്ടെന്നല്ല, എന്റെ സിനിമകളിൽ കുറച്ച് ചെയ്ത് ഞാൻ പണി മേടിച്ചതാണ്. എന്റെ സിനിമകളിൽ കുറെ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു തോന്നല് കുറച്ച് ഓഡിയൻസിനുണ്ട്. എല്ലാവർക്കും നല്ല കുറച്ച് ഓഡിയൻസിനുണ്ട്.
അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മൂഡ് വന്ന ജിത്തു ജോസഫ് അപ്പ ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ മൂഡുണ്ട്, ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ്. ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിന്റെ ഇമോഷണൽ സൈഡാണ്. ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സിന്റെയും അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിന്റെയും ഇമോഷൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ASI വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈരാർക്കിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്നു. പക്ഷെ പുള്ളിക്കാരത്തിക്ക് പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ കൈൻഡ് ഓഫ് ഇമോഷൻ അത് ചില സട്ടിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഷീ കാൺഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഹൈരാർക്കിയുടെ ഇതിലാണ്. ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം, അവർക്ക് ഇത് ചെയ്യാം, അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇത് മെയിൻ 2 ക്യാരക്ടർ, അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ, ഇർഷാദിന്റെ ക്യാരക്ടർ, ഇർഷാദിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പ്രകടമാക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമയുടെ മേജർ. ഇത് നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ത്രില്ലർ അല്ലെങ്കിൽ അതിന്റെ ഒരു മൂഡിലാണ് പോകുന്നത്. ഒരു ക്രൈം ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലാണ് ഇമോഷൻ. ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഭയങ്കര. അതിന് വേറൊരു ഫാക്ടർ ഉണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഹെവിനെസ് ആണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് അവരെ എവിടെയൊക്കെയോ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പൊ ശരിക്കും വ്യത്യസ്തമായിട്ട് എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമ പിടിച്ചാണോ അത്? എക്സാക്ട്ലി. കാരണം ഡിനു, അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഡിനുവിനാണ് കൊടുക്കുന്നത്. എന്റെ ഡിനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഈ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് എന്റെ അടുത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് കഥ നരേഷനായിരുന്നു. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു യൂഷ്വൽ ത്രില്ലർ സിനിമയുടെ ബോർഡിലാണോ എന്ന് പോയിട്ട്. പക്ഷെ അവിടുന്ന് സിനിമ അങ്ങ് മാറി. ഈ ഇന്റർവെല്ലിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഞാൻ അപ്പൊ ഇനി എങ്ങനെയാ എനിക്കത് ഭയങ്കര പുതുമ തോന്നി. അവിടുന്നുള്ള ഒരു ട്രാവല്, അതാണ് ഈ സിനിമയെ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം. കാരണം ഇനിയും ചിലപ്പോൾ ഞാൻ ഈ ത്രില്ലറും ഇങ്ങനത്തെ മൂടുകളുള്ള സിനിമകൾ എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാത്തിലും എനിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിഫറെന്റ് ഫിലിംസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ഫിലിം മേക്കർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ്. സാറ് ഇവിടെ ഈ ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ വലതുവശത്തെ കളം എന്ന് പറയുന്ന ഒരു ബൈബിളിലൊരു പരാമർശമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇപ്പം പലതിലും ബൈബിളിലും അതുപോലെ മതപരമായ പേരുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് എന്താണ് ആ ഒരു പേരിന്റെ ഒരു അർത്ഥം? എന്താ പേര് ഞാനിട്ടതല്ല, പേര് വരുമ്പോഴേ ഉണ്ട്. അത് ഈ പേരും ഇതിനകത്ത് ഒരു ക്യാരക്ടറിന്റെ ഇതും തമ്മിൽ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ഇത് പലർക്കും അറിയില്ല. വലതുവശത്തെ കള്ളൻ എന്താന്നുള്ളത് പലർക്കും അറിയില്ല. എന്നെ കുറെ പേര് ഫോൺ വിളിച്ചു, സാറേ പടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതാണ്. പക്ഷെ ഈ വലതുവശത്തെ കള്ളൻ ഉദ്ദേശിച്ച് കള്ളൻ ഏതാണ്, കള്ളൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ അവർക്കത് മനസ്സിലാവും. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഓർത്തത് പലർക്കും അറിയാമായിരിക്കും. പക്ഷെ രസത്തിന് ഇന്നലെ ഭയങ്കര രസം, ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പുള്ളിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ബൈബിള് കാണാറില്ലല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിനകത്ത് ഇതനുസരിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് മരിക്കുമ്പോൾ ഇടത്തും വലത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിനകത്ത് വലതുവശത്തെ കള്ളൻ ജീസസിനോട് പറയുന്നു, അയാളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരു തെറ്റും ചെയ്യാതാണ് അങ്ങനെ എന്ന് പറയുമ്പോൾ ജീസസ് പറയുന്നുണ്ട്, നീ ഇന്ന് എൻ്റെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതായത് അയാൾ മനസ്തപിച്ചു എന്ന് പറയുന്നത് ആ കള്ളന് മാനസാന്തരം വന്നു എന്നുള്ളതാണ്. അതാണ് കോൺസെപ്റ്റ്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം അതെന്തായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അത് തന്നെയാണ് ആ കള്ളന് മാനസാന്തരം വരുന്നു. അതാണ് അതിനകത്ത് ഇമോഷൻ, ആ ക്യാരക്ടറിന്റെ ഇമോഷൻ. സാറേ, ഇന്ന് സിനിമകൾ കാണുന്നത് ജഡ്ജ്മെന്റ് പാസ് ചെയ്യാനാണോ അല്ലെങ്കിൽ അനുഭവിക്കാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ജഡ്ജ്മെന്റ് പാസ് ചെയ്യാനായിട്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി ചോദിച്ചെന്താണ്. ഓക്കെ, അത് ചിലര് സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമേനെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് അതിനെ കാണുന്നവരുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് ദേ വാണ്ട് ടു ഫീൽ ഇറ്റ്. അവർ വന്നു എൻജോയ് ചെയ്തു. അതിന്റെ ലോജിക് ഉണ്ടോ, അതുണ്ടോ, ഭയങ്കര ബേസിക് ലോജിക്ക് വേണം. ഭയങ്കര സ്റ്റുപ്പിഡിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇല്ല.
ബേസിക് ലോജിക് ഒക്കെ ഉണ്ട്. അവർ വന്നു, കണ്ടു, എൻജോയ് ചെയ്തു, അവർക്ക് അതിന്റെ ഫീൽ കിട്ടിയോ, ആ ഫീൽ അവർക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇതാവും. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ ഫീൽ ബേസ്ഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ലോജിക്കൊക്കെ വിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഫീലും ആ ഇമോഷനും അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഇമോഷനാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജിനകത്ത്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമയ്ക്കൊന്നും എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നിട്ടില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല. കുറെ ഭയങ്കര ഇതായിട്ട് ഇമോഷണലായിട്ട് കണക്ട് ചെയ്തു, ഹെവിനെസ് ഉണ്ട്, ഭയങ്കരമായിട്ടും നിൽക്കുന്നു. അതിനകത്ത് ഒരാൾ പറയാണ് എനിക്ക് ആ ക്യാരക്ടറിന്റെ ഇതാണ് സങ്കടം, വേറൊരാള് പറയുമ്പോൾ എനിക്ക് മറ്റേ ക്യാരക്ടറിനോടാ കൂടുതൽ ഇത് തോന്നിയത്. അപ്പൊ ആൾക്കാര് പല തട്ടിലായിട്ടൊക്കെ നിന്ന് അങ്ങനെയുള്ള രീതിയിൽ ഇത് തരുന്നു. അപ്പൊ അത് അവർക്ക് ആ ഫീല് കിട്ടി എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ ഒരു ഓഡിയൻ എന്നുള്ള നിലയിൽ ഞാനെപ്പോഴും സിനിമ ബേസിക് ഓഡിയൻ. ഒരു ഹ്യൂമർ ആണെങ്കിലും സസ്പെൻസിന് ആണെങ്കിലും കാണും, എന്നെ അത് എൻജോയ് ചെയ്യിച്ചോ, ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് ലോജിക് പ്രോബ്ലം ഉണ്ടാകുന്ന എന്റെ പ്രശ്നമല്ല. പക്ഷെ ഇന്നത്തെ ഓഡിയൻസ് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ടൈപ്പിലുള്ള ഓഡിയൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഈ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് തോന്നിയ ഒരു പോയിന്റ്, സിനിമ ഒരു എന്റർടൈൻമെന്റ് മീഡിയമാണ്. ഈ റിവ്യൂസും അങ്ങനെ ജഡ്ജ്മെന്റലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് തന്നെയാണ്. അത് ആക്ച്വലി സിനിമയായിട്ടൊരു ബന്ധമില്ല. വെറുതെ ചർച്ചകൾക്ക് വേണ്ടി ഇരിക്കുന്നവരില്ലേ, ഡിസ്കഷൻസ്, പാനൽ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇഷ്ടമാണ്. അപ്പൊ അവരാ ചർച്ചകൾ കാണാനായിട്ട് റിവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരൊരു പക്ഷെ മൂവി ബഫ്സ് ആവണമെന്ന് പോലുമില്ല. അവർക്ക് ചിലപ്പോ ഈ എന്താ പറയാ സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കാണാനാണ് അവർക്ക് ഇഷ്ടം. അവരൊരു പക്ഷെ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പൊ നമ്മൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നതെന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്റെ രസത്തിന് ഞാൻ പോയി സിനിമ എക്സ്പെരിമെന്റ് ചെയ്യണം, ഒരു അഡ്വഞ്ചർ ആയിട്ട് കാണണം. എല്ലാവരും അവിടെ പോകുന്നത് സേഫാണ്, ഇത് 100% നിങ്ങൾക്ക് തൃപ്തി തരും എന്ന് പറഞ്ഞിട്ട് മാത്രം പോയി സിനിമ കാണേണ്ട കാര്യമില്ല. ഈച്ച് സിനിമ ഈസ് ആൻ അഡ്വഞ്ചർ. നിങ്ങളുടെ ലൈഫിൽ ഒരു 2.5-3 hours ഒരു അഡ്വഞ്ചറിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക്, ആ കഥ ക്രിയേറ്റ് ചെയ്തവരുടെ ലോകത്തിലോട്ട് നമ്മൾ സഞ്ചരിക്കാൻ പോവാണ്. അതിന് നമ്മൾ എടുക്കുന്ന റിസ്ക് ആക്ച്വലി നോക്കിയാൽ വളരെ ചെറുതല്ലേ, ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്നതിന്റെ റിസ്ക് അല്ലേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് സിനിമയോടുള്ള ആ ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും റിവ്യൂസ് പറഞ്ഞ് എല്ലാവരും നല്ലത് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി കാണാം, പിന്നെ എന്താ അതിലുള്ള ത്രില്ല്? ജസ്റ്റ് ഗോ എക്സ്പെരിമെന്റ് വിത്ത് മൂവീസ്, ഹാവ് ഫൺ വിത്ത് ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വി ആർ ടേക്കിംഗ് ഇറ്റ് ടു സീരിയസ്ലി. ഈ കൊറിയൻ സിനിമകളിലൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് റിവെഞ്ച് ഉണ്ടല്ലോ, അതായത് വില്ലൻ നായകനെ അല്ലെങ്കിൽ നായകൻ വില്ലനെ അവസാനിപ്പിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് കൂടി പ്രതികാരത്തെ വേറെ രീതിയിൽ ലൈൻസ് ബ്ലേർഡ് ആക്കിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. അതുപോലെ ഒരു ഏരിയ ഇവിടെ വലതുവശത്തെ കളെല്ലാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ. ഒന്നാമത് അങ്ങനത്തെ കൊറിയൻ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പണ്ടുതൊട്ടേ എന്നെ കൊറിയൻ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളാണ്. എനിക്ക് സബ്ടൈറ്റിൽ നോക്കി സിനിമ കാണാൻ ഞാൻ എൻജോയ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അന്യഭാഷ, ഇംഗ്ലീഷും ഹിന്ദിയും ഒഴിച്ച് തമിഴും ഒക്കെ വെച്ച് വേറെ പടങ്ങൾ എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എനിക്ക് സബ്ടൈറ്റിൽ പറ്റത്തില്ല. ഇപ്പൊ പിന്നെ ഡബ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് സമയം, പക്ഷെ അത് ഭയങ്കര ബോറാ, മനസ്സിലാവും. ഇതിപ്പോ വേറെ ആരോ പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഇതുണ്ടെന്ന്, പക്ഷെ അത് കൊറിയയിലുണ്ടായിരിക്കും. നമ്മുടെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ അധികം വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര പുതുമയായിരുന്നു, മനസ്സിലായി. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അതിന്റെ ഒരു ക്ലൈമാക്സ്, അതിന്റെ ഒരു ഇമോഷൻ. പിന്നെ എനിക്ക് ഈ സിനിമയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നത് ആ ക്ലൈമാക്സിൽ ക്യാരക്ടർ തിരിച്ച് നടക്കുന്ന ആ ഒരു ഇത് തന്നെയായിരുന്നു. അത് ഞാൻ പറയാം, റിസ്ക് എടുക്കാം, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതിനുവേണ്ടി ഒത്തിരി പേരോട് ഡിസ്കസ് ചെയ്തു സിനിമ കാണിച്ചിട്ടൊക്കെ. അപ്പൊ അവരെല്ലാം പറഞ്ഞില്ല അങ്ങനെയില്ല, അത് ജസ്റ്റിഫൈഡ് ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചപ്പം ഞാൻ അവരോട് എടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ ഭയങ്കര ഹെവിനെസ് ആയിരുന്നു, പക്ഷെ അതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പം നമ്മുടെ ആ ഒരു ജഡ്ജ്മെന്റ് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. അത് അതിനകത്ത് ചിലരിങ്ങനെ പറഞ്ഞവരുണ്ട്, എന്നാലും അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എവിടെയോ ഒരു ഡലമയാണ്, അത് വേണം അങ്ങനെ. അപ്പം അതൊക്കെ ഈ സിനിമ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ലെന പറഞ്ഞ പോലെ ഈ സിനിമ കാണുമ്പോൾ കുറച്ച് പേർക്ക് വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞ അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് ഭയങ്കര ഒരു പല തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് ഉണ്ട്.
എനിക്ക് ഒത്തിരി പറയാൻ പറ്റാത്ത വെച്ചാൽ പറയപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ ചെയ്തവർക്ക് അത് വലിയൊരു മൊമെന്റ് ആണ് സിനിമയില്. ഇമോഷണലി അല്ലാതെ ഇതൊരു ക്രൈം ത്രില്ലർ പോലെ മാത്രം ഫോളോ ചെയ്തവർക്ക് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആ ഇമോഷണൽ ഗ്രാഫിലൂടെ സഞ്ചരിച്ചവർക്ക് അത് ഭയങ്കര ഒരു മൊമെന്റ് ആണ്. ഞാനത് പറയാൻ കാരണം, ഞാൻ സിനിമ കണ്ടത് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെയാണ്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പം അദ്ദേഹത്തിന് ഒട്ടും കഥ അറിയില്ല, അറിയാൻ വേണ്ട എന്ന് പറയുന്ന വളരെയധികം സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ആള് സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് പോർഷനിൽ ശരിക്കും ചോക്ടപ്പായി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇറ്റ്സ് സോ ഡീപ്, ദർ ആർ സോ മെനി ലേയേഴ്സ് ടു ദാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, കഥ അറിയാത്ത ഒരാളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ സത്യസന്ധമായിട്ട് കിട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ ചെയ്ത്. എനിക്ക് തോന്നുന്നു ബിജു ചേട്ടൻ ചെയ്തൊരു വളരെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. അത് പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് അറിയിക്കാനും പറഞ്ഞു. ബിക്കോസ് ഹി എൻജോയ്ഡ് ഇറ്റ് സോ മച്ച്. സട്ടിലായിട്ട് അത് പെർഫോം ചെയ്യാൻ എളുപ്പമുള്ള ഒരു പെർഫോമൻസ് അല്ല അത്. ആസ് ആൻ ആക്ടർ എനിക്കത് പറയണമെന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് ഈ വേർഡ് നമ്പേഴ്സ് വെച്ചിട്ടൊരു വേർഡ് പ്ലേ ഉണ്ടല്ലോ, അത് സാധാരണ ഈ ബി ഉണ്ണികൃഷ്ണൻ സിനിമകളിലൊക്കെയാണ് അധികവും കാണാറ്. അദ്ദേഹമാണ് ഈ വീരസ്പ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുക. അതുപോലത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതിനകത്ത്. സോ അത് ഓഡിയൻസിനെ എങ്ങനെ കണക്ട് ആവും? അത് കുറച്ചധികം ചിന്തിക്കേണ്ട വരുമോ ഓഡിയൻസിന്? ആ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്? ആ ഏരിയ സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ഇപ്പൊ ഇതിനകത്തൊരു ഇതുണ്ട്. കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടപ്പെടും, ചിലർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലായില്ല, കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് ഹാഫിനകത്ത് ഇപ്പൊ സിനിമ കണ്ടവർക്കറിയാം, ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നത്, ഞാനും സതീഷും കൂടെ ഡിസ്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ വൺസ് ഈ പ്രശ്നം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തെ കഥയാണിത്. അവിടെ ഞങ്ങളുടെ ഷോട്ടുകളെല്ലാം മൂമെന്റിലാണ്. അത് ഞങ്ങൾ ട്രോളി ഷോട്ട്സും വേണ്ടാന്ന് വെച്ചു, ഫുൾ ചെയ്യിക്കാൻ വെച്ചിട്ടുള്ള എല്ലാം ഇതിലാണ്. കാരണം ഒരു കെയോസ് സിറ്റുവേഷനാണ്. അപ്പൊ അവിടെ ഒരു സ്പീഡ് ഫീൽ ചെയ്യണം, ആ ഒരു ഇത്. അപ്പം ഇപ്പൊ എനിക്ക് രണ്ട് തരത്തിലുള്ളത് കിട്ടുന്നുണ്ട്. അപ്പം ആൾക്കാർ ഇത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാരണം അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചില ഡൗട്ട്സ് ഉണ്ട്. ചിലർക്ക് ഇത് മനസ്സിലാകാതെ, കാരണം ഇത് സെക്കൻഡ് ഹാഫ് വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഇത് വളരെ ഇതായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് അത് കണക്ട് ചെയ്ത് പോവാം. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ഫോണിലേക്ക് പോയി ഡിസ്ട്രാക്റ്റഡ് ആയപ്പോൾ കണക്ഷൻ പോകും. അങ്ങനെ കണക്ഷൻ പോകുന്നവർക്ക് പിന്നെ പറയുന്നത് കിട്ടിയില്ല. ടോട്ടാലിറ്റിയിലൊക്കെ സിനിമ കൊള്ളാം, പക്ഷെ അത് കിട്ടിയില്ല, അവിടെ ലാഗ് ഫീൽ ചെയ്തു. കാരണം മനസ്സിലാകുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഫോളോ ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ഭയങ്കര ഇതായിട്ട് വന്നു എന്നുള്ളത്. ഇത് ഡിനു തരുന്ന സ്ക്രിപ്റ്റിൽ അതേപോലെ ഇതുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഫൈനൽ, ഇതിന്റെ ഒരു ബിജുവിന്റെ ഫ്രണ്ടിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അത് ഞാനൊരു മീഡിയം ആക്കിയതാണ്, ഓഡിയൻസിന്റെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ദർ ഇസ് നോ അതർ മീഡിയം. പുള്ളിയുടെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ ആണത്. അതൊരു സിനിമാറ്റിക് ഇതിനു വേണ്ടി ഒരു മീഡിയം ആയിട്ട് നമ്മൾ അതിനെ കാണിച്ചെന്നേ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ ഉണ്ണിയേട്ടന്റെ പടങ്ങളൊക്കെ ഉണ്ടോ ഇല്ലോ അതൊന്നുമല്ല. ഇത് ഡിനു കൊണ്ടുവന്ന സ്ക്രിപ്റ്റിനകത്ത് ഇതുണ്ട്. എനിക്ക് ആ സ്ക്രിപ്റ്റിനകത്ത് അധികം ഒന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് അതിന്റെ ഒരു പ്ലാൻ. അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണത്, പക്ഷെ ആ സ്പീഡ് എനിക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ആ കെയോസ് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ആ ടെൻഷനും ഇതും വരുന്നത്. അതുകൊണ്ട് ഇനി സിനിമ കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഒന്ന് ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ എൻജോയ്മെന്റ് കിട്ടും. ബിജുട്ടാ, ഇപ്പോ വാർഷിക പദ്ധതി പോലെ വർഷത്തിലൊരു പോലീസ് വേഷമെങ്കിലും വരുന്നുണ്ടല്ലോ, അതിൽ വ്യത്യസ്തത കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഇപ്പം ഇതിനകത്ത് അയാൾക്ക് പണത്തിനോടുള്ള കൊതി, തലവന്റെ സിസ്റ്റത്തിനകത്ത് തന്നെ നിൽക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെ ഓരോന്നിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കണല്ലോ. ഇത് എത്രമാത്രം ശ്രമകരമാണ് ഒരു പുതിയ പോലീസുകാരനെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുക? നല്ല ശ്രമകരമാണ് ആക്ച്വലി. ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് നമുക്ക് കുറച്ച് മടുപ്പുണ്ടെന്ന് തന്നെ പറയാം. അതിൽ നിന്ന് ബെറ്റർ ആയിട്ട് സെലക്ട് നമ്മൾ സിനിമ കഴിയുമ്പോൾ നമ്മളൊരു പെർഫോമൻസ് വരും. ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു ബെറ്റർമെന്റ് ഉണ്ടാവാൻ വേണ്ടി ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കും നമ്മൾ. ഈ സിനിമ അത്തരത്തിൽ എനിക്കൊരു സേഫ് ഏരിയ ആയിരുന്നു. രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നല്ല സ്കോപ്പുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പം ജോജു മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ട്. ആ രീതി വേറെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് ഈ ക്യാരക്ടറിന്. ഒരുപാട് ഇമോഷണൽ, ഒരുപാട് തലങ്ങളിൽ കൂടെ നമുക്ക് ആക്ടർ എന്ന രീതിയിൽ പരീക്ഷണം നടത്താനുള്ള ഏരിയകളുണ്ട്. എനിക്ക് വിറ്റമിന് സ്കോപ്പ് ഉണ്ട്. ആ രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ വനിതാ പോലീസും കൂടി ഉള്ളു ചെയ്യാൻ. ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് അതിനെക്കുറിച്ചൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്കിഷ്ടമാണ് ആക്ച്വലി ചെയ്യാൻ, വളരെ ഇഷ്ടമാണ്. ടൈംസ്
അത് പെർഫോം ചെയ്യാൻ സ്കോപ്പ് കൂടുതൽ അവിടെ മറ്റേ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഒരു ക്രിയേറ്ററുള്ള ഒരു ഹീറോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എവിടെയെങ്കിലും നമ്മളെ കിട്ടിയിടേണ്ടി വരും. കിട്ടുപാടുകളില്ലാതെ നമുക്ക് കൊണ്ടുപോകാമെന്നും പരിധി രക്ഷപ്പെട്ടു പോകാമെന്നും നെഗറ്റീവ് ഷെയ്ഡ്സ് സട്ടിലിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്. അയാൾക്ക് ഒരു പ്രത്യേക കാര്യത്തിനുള്ള ഒരു ആർത്തി കാണിക്കുന്ന സട്ടിലിറ്റി ഉള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട് ഫ്ലാഷ് ബാക്കിലും ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ ആണ്. അപ്പൊ അവിടെ എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ? ഇയാൾക്ക് ഒരു കാര്യത്തിനുള്ള ഒരു കൊതി എങ്ങനെ കാണിക്കണം, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നായിരുന്നു ഒരു ഡിസ്കഷൻ. അപ്പോൾ ഡിനു എഴുതിയിട്ടുള്ള പോലെ തന്നെ ജിത്തുമായിട്ട് നമ്മൾ ഓരോ സീൻ നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ഈ സീൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റോറിൽ എടുത്തത് ആ സീൻസ് തന്നെ ആയിരുന്നു. എടുത്തപ്പോൾ നമ്മൾ അതിൽ എവിടെയൊക്കെയോ എവിഡന്റ് ആയിട്ട് തോന്നും ഇയാൾക്കൊരു ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നും. അപ്പൊ അങ്ങനെ പോണോ ജിത്തു, അപ്പോൾ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് പിന്നെ റിവീൽഡ് ആയാൽ മതി. ജിത്തുവിന് കിട്ടിപ്പോയിക്കോട്ടെ. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ എങ്ങനെ തന്നെയാണ് ആന്റണി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ആ ഒരു ചെറിയൊരു കറക്ഷൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലാണെന്നൊക്കെ ഓരോ സീനിന് മുമ്പ് കാരണം ഇത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം ഈ ചെറിയ ടൈം ബാറിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് പാളിപ്പോകാൻ വളരെ ചാൻസുകളുണ്ട്. കാരണം നമ്മൾ പല ദിവസങ്ങളിലും പല സമയത്തും ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടിന്യൂറ്റി നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കാരണം വന്നൊരു സ്പീഡും ഒക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ ഏരിയ ഇപ്പോൾ ഓരോ സീനിന് മുമ്പ് ഡിസ്കസ് ചെയ്യും നമ്മളിത് എങ്ങനെയായിരിക്കണം, ഇവിടെ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചെയ്യണോ, കുറച്ചും കൂടെ സെറ്റിൽ ആയിട്ട് ചെയ്യണോ, എല്ലാം നമ്മളൊരു ടീം വർക്കാണ് ഡിസ്കഷനിൽ പോകുന്നതാണ്. ഇത്തരം സബ്ജക്ട്സ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റിൽ കറക്റ്റ് എന്താണെന്ന് തോന്നുന്നു ആ രീതിയിൽ പോകുന്നു. പിന്നെ ടോട്ടലി കാണുമ്പോൾ അത് ഓക്കെ ആയിരിക്കുന്ന നമ്മുടെ ഒരു തീരുമാനമാണ്. വർക്കൗട്ട് ആവുന്ന നമ്മൾ വിചാരിക്കുന്നു. വർക്കൗട്ട് ആയ സന്തോഷം. പിന്നെ കാര്യം പറയണേ, ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ വിജയന്റെ ആകെയുള്ള ആശങ്ക എന്ന് പറയുന്നതിന് കണ്ടിന്യൂറ്റി അത് ഓക്കെ അല്ലടാ, ഈ ഷോട്ടും നമ്മളെ മറ്റേ ഷോട്ടും നേരത്തെ എടുത്തതായിട്ട് മാച്ച് ആവില്ല, കുഴപ്പമില്ലല്ലോ എന്നുള്ള ഭയങ്കരമായ ആശങ്കകൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസ് ചെയ്യാനുള്ള പഠിക്കുന്നറിയില്ലേ, അച്ഛൻ പോലീസായിരുന്നു. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മാറ്റം തോന്നി. ഇപ്പൊ ഒരു പേപ്പർ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ പിറ്റേ ദിവസം വേറെ അത് മാറിയിരുന്നാൽ പോലും നിങ്ങൾ കാണുന്ന ഈ 1 മണിക്കൂർ സ്പാനിന്റെ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര കണ്ടിന്യൂറ്റി ജമ്പൊക്കെ ഫീൽ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ടെൻഷൻസ് നമ്മൾ ആക്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരുടെയും കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നു മാക്സിമം. സാധാരണ സിനിമയുടെ മുമ്പ് നടന്മാർ ഇതില് ഫാൻസിന്റെ ഇത് കാണിക്കും. ബിജാന്റെ ഒപ്പം കാണിക്കുന്നത് ബിജ്മാൻ ആൻഡ് ലവേഴ്സ്, ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്നാണ് ശരിക്കും വിശേഷിപ്പിക്കുന്നത്. പണ്ടൊരു സമയത്ത് പിടിച്ചതൊക്കെ കോമഡി പടങ്ങളാണ് മീറ്റർ, പിന്നെ ട്രാക്ക് പതുക്കെ മാറ്റി. അതെന്തുകൊണ്ട് ബോധപൂർവ്വമുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ എത്തിയേക്കുന്നത് ഒരു മാസ്റ്റർ ഡയറക്ടർ ഇതിലാ. എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ജിത്തു സാറിന്റെ ഒപ്പം ഉള്ളത്? പിന്നെ ഈ ട്രാക്ക് പിടിച്ചേക്കുന്നത് ബോധപൂർവ്വമാണോ? ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല നമ്മൾ. ആദ്യം ഞാൻ ചെയ്യുന്നത് നമുക്ക് സിനിമയിൽ വരുമ്പോ പ്രത്യേകിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് പോകുന്നു. പിന്നെ ബെറ്റർമെന്റ് നമ്മൾ ആഗ്രഹിക്കില്ല ഓരോ ക്യാരക്ടേഴ്സ്, ആ സമയത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കൊരു ആർട്ടിസ്റ്റാണ്, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സെർച്ച് ചെയ്യും. നമുക്ക് വരുന്ന ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞ ഈ മാറ്റങ്ങൾ ഇപ്പൊ കോമഡി ആണെങ്കിൽ തന്നെ ഒരു സീസണിൽ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കോമഡി ചെയ്തിട്ടില്ല, പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല ആൾക്കാർക്ക്. പിന്നെ മേരിക്കൊട്ട് കുഞ്ഞാടുന്നൊരു സിനിമയിൽ ഹ്യൂമർ എങ്ങനെ എവിടെ ഒരു ആ ഷെല്ല് ബ്രേക്ക് ചെയ്തപ്പോഴാണ്. പിന്നെ കുറച്ച് സിനിമകൾ എനിക്കങ്ങനെ ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. പിന്നെ വെള്ളിമൂന്ന് കഴിഞ്ഞപ്പോൾ വെള്ളിമൂന്ന് ലൈൻ തന്നെയായിരുന്നു കുറെ. നമ്മളിന്ന് മാറാൻ നോക്കും. പിന്നെ നമുക്ക് വരുന്ന കഥകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജിത്തുവിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജിത്തുവിന്റെ മറ്റു സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ എൻഗേജ് ആയിട്ട് കണ്ടുള്ള സിനിമകളാണ്. പിന്നെ ജിത്തുവിന് അതിന്റെ ഒരു ക്രാഫ്റ്റ് അറിയാം, ഇത്തരം സിനിമകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എന്റെ മേഖല മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ സേഫ് സോൺ പിടിക്കുക എന്ന് പറയില്ല, ആ രീതിയിൽ ചിത്തൊരു മൂവിയാണ്. സാറിന്റെ പേര് ഡയറക്ടർ കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷനാണ്. അപ്പൊ ഈ പടം നല്ല സോഷ്യലി ഒരുപാട് മെസ്സേജുകൾ തന്നെ പടമാണ്. ഒരുപാട് പേര് ബോധപൂർവ്വം ഇതിനെ കീറി മുറിക്കാൻ ശ്രമിക്കേണ്ടെന്ന് തോന്നിയിട്ടില്ല. ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ ഇതിൽ പെട്ടിട്ടുണ്ടല്ലോ. അല്ല, കീറി മുറിക്കല് അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. കീറി മുറിക്കേണ്ടവർക്ക് കീറി മുറിക്കാം. അല്ലാതെ ഇതിനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണാതെ പടം അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേസിക് ഓഡിയനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ അത് തന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അങ്ങനെ പ്രതീക്ഷിക്കരുത് എൻ്റെ സിനിമയിൽ. ഞാൻ മാറ്റങ്ങളും ചേഞ്ചസിനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പൊ
ഞാൻ ഇനിയും ചെയ്യുന്ന ചിലപ്പോൾ ത്രില്ലറിൽ ചിലപ്പോൾ സസ്പെൻസ് ട്വിസ്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ അതിന്റെ പാറ്റേൺ വേറെ ആയിരിക്കാം. എനിക്ക് അങ്ങനെ മാറിയും മറിഞ്ഞും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ലൈഫ് ഓഫ് ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തത് ബോധപൂർവം തന്നെ, അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ മമ്മിയാൻമി ചെയ്തിട്ടുണ്ട്. ഈ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ചു വന്നതാണ് ഈ പ്രശ്നമായത്. അപ്പം എന്നെ വീണ്ടും നിങ്ങളിങ്ങനെ ഭയങ്കര എക്സ്പെക്ട്, ഇപ്പൊ ഇനി അടുത്ത ഓണം വരുന്നുണ്ട് ദൃശ്യം 3. അപ്പൊ നിങ്ങള് ദൃശ്യം 1ഉം 2ഉം വെച്ചിട്ട് ഒരു കമ്പാരിസണിൽ നിങ്ങൾ ദൃശ്യം 3 കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആവും. കാരണം ദൃശ്യം 3 വേറൊരു, അത് രണ്ടുപോലെയല്ല, അത് വേറൊരു രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നവര് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വരുമെന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ വന്ന് ഡിസപ്പോയിന്റഡ് ആയിട്ടേ മടങ്ങൂ. പക്ഷെ അതുകൊണ്ട് ആ സിനിമ നല്ലതല്ല എന്ന് വരുന്നില്ല. കാരണം അതിന് ആ ടൈപ്പ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് സിനിമ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഈ ഭയങ്കരമായിട്ടും കീറി മുറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നോട് ഈയിടെ ചോദിച്ചു സ്പൂൺ ഫീഡിങ് എന്തിനാണ് എന്റെ സിനിമകൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നത്. ഞാനൊരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഇപ്പം ഒരു നല്ല IQ ലെവലുള്ള ഒരാൾക്ക് ഇപ്പൊ ഈ സിനിമയിലെ പല കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ കിട്ടും. പക്ഷെ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ചിലപ്പം അത്രയൊന്നും അങ്ങനെ ലെവലിൽ ചിന്തിക്കാത്തൊരു ഓഡിയൻസിന് ചിലപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടി വരും. അപ്പം ഇത് കാണുന്ന പല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ ഫീഡിങ് ഇടും. അത് പലർക്കും വളരെ പേര് ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് അറിയാവുന്ന സ്പൂൺ ഫീഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഞാനത് സ്പൂൺ ഫീഡിങ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് അതിനുള്ള സമയമില്ല. അത് അങ്ങനത്തെ ഒരു പോക്കാണ് ഈ സിനിമ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പറഞ്ഞതെന്ന് ചോദിക്കാറില്ല, ഇപ്പം ഓരോ പടം ഇറങ്ങുമ്പോഴും സാർ ചെയ്തു വെച്ച പടങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുന്നുണ്ട്. അതൊരു ബാധ്യതയായിട്ട് എപ്പോഴെങ്കിലും പേടിയായിട്ട് തോന്നാറുണ്ടോ ആ ഒരു സംഭവം? എന്റെ ഏറ്റവും വലിയ ഗുണം എന്നറിയോ, എനിക്ക് അങ്ങനൊരു പേടിയില്ല. ഞാൻ സിനിമ ഇൻഡസ്ട്രി വന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാനൊരു റൈറ്റർ ഡയറക്ടറായിട്ടൊന്നും ഞാൻ സ്റ്റോറി ടെല്ലർ. ഞാൻ കഥകൾ പറയും. ആ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു, എന്റേതായ രീതിയിൽ കഥ പറയുന്നു, അത് കുറച്ച് എന്റർടൈൻ ചെയ്ത് കൊണ്ടുവന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നെ അധികം ആൾക്കാർ ഇതിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷ വേണ്ട. ഡിഫറെന്റ് ഇപ്പൊ ഞാൻ ഇനി വേറെ 1-2 സബ്ജക്ട്സുകൾ ബ്രാഞ്ച് ചെയ്തിരിക്കുന്നൊന്നും ത്രില്ലറേ അല്ല, വേറെ ടൈപ്പ് ജോണറുകളാണ്. ഇനി ഒരു പേടിയെ കുറിച്ചില്ല. ഞാൻ ഈ മരിക്കുന്നിടം വരെ ഇൻഡസ്ട്രി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറെ പണിക്ക് പോകും. അല്ല ഇപ്പൊ ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനായിട്ട് വന്നില്ല, പറമ്പിലിറങ്ങി കളിക്കാൻ പോകും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. എനിക്ക് സിനിമ ചെയ്യുന്നത് ഇഷ്ടമാണ്, കഥ പറയുന്നത് ഇഷ്ടമാണ്. ഞാൻ എന്റേതായ രീതിയിൽ പറയുന്നു. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഈയിടെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു, താങ്കൾക്കെതിരെ പേഴ്സണലി ആരൊക്കെയോ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ ചെയ്തു. ഞാൻ അറ്റാക്ക് ചെയ്യുന്നവരെ അറ്റാക്ക് ചെയ്തിട്ട് അതൊന്നും എന്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം മാത്രമാണെന്നും ഞാൻ ഒരിടത്തും അവകാശപ്പെടുന്നില്ല. ഒരു ദൃശ്യവും മെമ്മറീസും ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ബെഞ്ച് മാർക്ക് വെച്ച് ആ ബെഞ്ചിനെടുത്ത് മാർക്ക് എടുത്തൊന്നും മാറ്റിയാരെ തന്നെ നമുക്ക് നല്ല രീതി പറഞ്ഞു. ഞാനത് എല്ലാം പിന്നെ കുറച്ച് പേര് ചോദിച്ചു എന്തിനാണ് ഈ കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. വളരെ എനിക്ക് കുട്ടികളുടെ സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നും. ഒരു കഥയും നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയാണ്. അത് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ ഓക്കെ എന്നാ ഇനി അടുത്തത് അങ്ങനെ ഒരു പടം ചെയ്തേക്കാൻ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. വരുന്ന കഥകളിൽ നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തങ്ങ് പോകുന്നു. പിന്നെ അത് കഴിയുന്നതും ത്രില്ലർ ആകാതിരിക്കാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ അത് നടക്കാറില്ല. സതീഷ് സാറിനോടാണ് ചോദ്യം. ആദ്യം മുതൽ ജിത്തു സാറിന്റെ കൂടത്ത് ബിഹൈൻഡ് ദി ക്യാമറ ഉണ്ട്. സോ വലതുവശത്തെ കള്ളനിൽ എന്താണ് സ്പെഷ്യലായിട്ട് തോന്നുന്നത് മറ്റുള്ള ജിത്തു ജോസഫ് സിനിമകളിൽ നിന്ന് അപേക്ഷിച്ച്? ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രധാന ഇൻസിഡന്റ് നടക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. 4 ചുമരും കുറച്ച് സ്ഥലമേ ഉള്ളൂ. ടെക്നിക്കലി നമുക്ക് കുറച്ച് അത് തന്നെയാണ് ഒരു ചലഞ്ച്. അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ ഈ ബോറടിപ്പിക്കാതെ കുറേ ഷോർട്ട് ഡിവിഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ എങ്ങനെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ക്യാമറാസായിട്ടുള്ളൊരു ചലഞ്ച്. അപ്പോൾ അത് ആ ലിമിറ്റേഷൻസ് നിന്നിട്ട്
നമുക്ക് ആൾക്കാർക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആകാം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് തോട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ് എല്ലാവരും മൂവ്മെൻറ്റിൽ കൊണ്ടുവരാമെന്നും. അപ്പോൾ അത് കുറച്ച് സൗകര്യമായി. പിന്നെ ഇതിനകത്ത് ആസ്പെക്ട് റേഷ്യോ ഉപയോഗിച്ചേക്കുന്നതും നമ്മൾ ഈ സ്ഥലം വളരെ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് വൈഡായിട്ട് തോന്നാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. പക്ഷെ മറ്റു സിനിമകളിൽ നിന്ന് നമുക്ക് ഈ നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസ് ഭയങ്കര കുറവാകുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. അപ്പം അത് തന്നെയാണ് ഈ സിനിമയുടെ ചലഞ്ച്. അതൊരു പരിധിവരെ കവറപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല. ലിയോണോടാണ് ചോദ്യം. ലിയോണ ഇവിടെ. ഹായ്. സോ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് വിദ്യ എന്ന ക്യാരക്ടർ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു? വിദ്യ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് കുറേ സീൻസ് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് മാത്രമല്ല ത്രൂ ഔട്ട് ദ മൂവി കുറേ സീൻസിൽ ഡയലോഗ് ഇല്ലാതെ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, വിതൗട്ട് വേർഡ്സ് ഹൗ ഡു യു എക്സ്പ്രസ് എന്നുള്ളത് ഇതിൽ ഒരു ചാലഞ്ചിങ് ഫാക്ടറായിരുന്നു. അല്ലെങ്കിൽ വെറുതെ സൈഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും. അതിൽ ആ ക്യാരക്ടറിന് കുറേ എന്തുകൊണ്ട് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് ആ ക്യാരക്ടർ സപ്പോർട്ടിങ് ക്യാരക്ടർ ആണെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് ലെയേഴ്സ് ടു ഹെർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വിദ്യയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വിദ്യ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു. വിദ്യയ്ക്ക് ഓരോ മൊമെന്റിലും ഓരോ സീൻസിലും വാട്ട് ഈസ് വിദ്യ ഗോയിങ് ത്രൂ എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. സോ എനിക്ക് ഇതൊക്കെ ചാലഞ്ചസ് ആയിരുന്നു. സോ അവിടെയാണ് മെയിൻ പരിപാടി നടക്കണമെങ്കിലും ഞാനിവിടെ തകർത്തഭിനയിക്കുന്ന വഴിയാണ് എനിക്ക് തോന്നിയിരുന്നത്. സോ ബേസിക്കലി ദ ബെസ്റ്റ് ചാലഞ്ച് വാസ് റിയാക്ടിങ് വിതൗട്ട് മോസ്റ്റ് ഓഫ് ദി റിയാക്ഷൻസ്. അതും കുറേ വളരെ സിമിലർ ആയിട്ട് തോന്നാവുന്ന റിയാക്ഷൻസ് ഉണ്ട്. ഇഫ് യു ജസ്റ്റ് ലുക്ക് ഹിയർ ആൻഡ് ദെയർ. അതിനെ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഓരോ വാക്കുകളുടെ അർത്ഥം വെച്ചിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ചലഞ്ചായിട്ട് തോന്നിയത്. വൈഷ്ണവി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ജിത്തു സാറിന്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ആസ് എ ബിഗിനർ ജിത്തു സാറിന്റെ പടത്തിലൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഭയങ്കര എന്താ പറയാ, ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു കോൾ വന്നപ്പോ തന്നെ. സോ ഞാൻ എൻ്റെ ഒരു 100% കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐറിൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, ജോജു ചേട്ടന്റെ മോളായിട്ട്. സോ ആ ക്യാരക്ടറും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ബിക്കോസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ എൻ്റെ ഏജൊക്കെ ഉള്ളൊരു ജനറേഷൻ വരുന്ന ഒരു എന്റെ ജനറേഷനിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കുറവുള്ള ആൾക്കാരാണുള്ളത്. നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ അത് ഈ പറഞ്ഞ പോലെ 2 കൈ നീട്ടി സ്വീകരിച്ച് ചെയ്തു. ഗൂഗിളിനോടാണ് ചോദ്യം. കരിയറിന്റെ ഫസ്റ്റ് തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറാണ്. ഇപ്പൊ വലതുവശത്തെ കള്ളനിൽ ജിത്തു സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വെറ്ററൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഒരുപാട് നോളജ്, എന്റെ വയസ്സിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതും അസോസിയേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു ബഡ്ഡിങ് ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴും എന്താണ് ഒരു പിച്ച വെച്ച് തുടങ്ങുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ സിനിമാ സെറ്റുകളിൽ പോകുമ്പോഴും എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതുപോലെ മമ്മൂക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം തേച്ച് മിനുങ്ങാണല്ലോ. ഇപ്പോഴും ചിലപ്പോൾ ഒരുപാട് കല്ലിൽ ഒരുപാട് മുനകളും ഒരുപാട് അങ്ങനെയുള്ള ഒരു കല്ലായിരിക്കും ഞാൻ. അപ്പോൾ അത് ഞാൻ തേച്ച് ഇനിയും മിനുക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജിത്തു സാറുമായിട്ട് ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്ത നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയ പ്രൊഡ്യൂസറാണ് CJ റോയ്. അദ്ദേഹം പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മെ വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ മലയാളിയുടെ ഒരു ബിസിനസ് രംഗത്തെയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും സിനിമാ രംഗത്തെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ വാർത്ത എങ്ങനെയാണ് ഉൾക്കൊണ്ടത്?
എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി. അദ്ദേഹം ഡിന്നറിന് എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പക്ഷെ പതുക്കെ മതി, തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ ആ ബുഗാട്ടിയിൽ കയറ്റി ഇരുത്തി ഒരു ഓടിയൊക്കെ ഓടിച്ചു തന്നിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങ് വിട്ടുപോയി. ഞാനും ഈ ഓരോ പ്രൊജക്റ്റിലും തിരക്കിലായി പോയി. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അത് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയില്ല. ഞാൻ എന്നോടൊരാളിത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിച്ചു. ഞാൻ TV വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് ഇപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചിലരുണ്ടല്ലോ, നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫീലിംഗിലാണ് എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കേരളം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് ഇപ്പൊ 2 ഞെട്ടിക്കുന്ന ആത്മഹത്യകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആളുകളെ എന്താ പെട്ടെന്ന് ഇത്രയും മെന്റലി വീക്കായി പോകുന്നത്? അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ജീവൻ തന്നെ കളയാനൊരു തീരുമാനം എടുക്കുക, അതിനെ ആസ് എ ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീങ് എന്നുള്ള രീതിയിൽ ജിത്തു ജോസഫ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ലിപ്പോൾ ഇതിനെക്കുറിച്ച് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് സ്ട്രെസ്. നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഇതുകൊണ്ട്. കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, അവരുമായിട്ട് അടിച്ച് കളിച്ച് വളർന്നു. ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ അതിന്റെ എണ്ണം കുറഞ്ഞു, സിബ്ലിങ്സിന്റെ എണ്ണം കുറഞ്ഞു. പിന്നെ ഒരു ആവശ്യമില്ലാത്ത ദുരഭിമാനം എന്നൊക്കെ പറയും ചിലർക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈയിടെ ഉണ്ടാകുന്നത് പെട്ടെന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയാ പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്കത് പിന്നെ അങ്ങനെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ച് പൊരുതി നിൽക്കാനോ ഒന്നുമില്ല. അയാൾക്ക് പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ്. പക്ഷേ അന്നേരം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അതങ്ങ് ഒഴിവായി പോകും. പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സിൽ എന്താ പറയാ തീരെ ഒരു ബലമില്ലാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരി സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയല്ലേ. ഇപ്പൊ അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അവര് ഭ്രാന്താണെന്ന് തോന്നുന്നു എന്നായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് ചില ടെൻഷനുണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പൊ അവരതിനെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് പറയും. ഇപ്പൊ അങ്ങനത്തെ സർവീസൊക്കെ ഉണ്ട്, ശരിക്കും അതൊക്കെ എടുക്കാം. ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സർവീസ് എല്ലാവരും അങ്ങ് ചുരുങ്ങുവാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രെസ് വരും, മനസ്സിലായോ? ഇപ്പം ഒരു നോർമൽ പേഴ്സൺ, ഇപ്പം ഞാൻ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പുറത്തവൻ അറിയാവുന്ന ഒരാള് മറ്റേ അമേരിക്ക ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ഇയാൾക്കും പോകണമെന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന പല ഇമോഷൻസ് ഉണ്ട് ആ വ്യക്തിയുടെ. പിന്നെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയി ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഒരു രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഏതെങ്കിലും സെലിബ്രിറ്റി ആയി അങ്ങനെ വരുമ്പോൾ ഇതിന്റെ താഴെ വന്ന് കുറച്ചുപേർ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രഷർ, അങ്ങനെ പല രീതിയിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് മൊത്തത്തിൽ മാറി. അതിന് മനക്കെട്ടി വേണം. പക്ഷേ ഈ പറഞ്ഞ റോയി സാറിൻ്റെത് ഞാനും ഞെട്ടിയിരിക്കുകയാണ്. ഇതേപോലെ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ഒരാള് അത് ചെയ്യണമെങ്കിൽ അപ്പം മേ ബി എനിക്കറിയാൻ നല്ലത് ഐ എം സ്റ്റിൽ ഭയങ്കരമായിട്ടും എനിക്കാണ് മജോറിറ്റി ആൾക്കാർ അദ്ദേഹത്തെ അറിയാവുന്ന മജോറിറ്റി ആൾക്കാരും സ്റ്റണ്ടാണ്, അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആക്ച്വലി എനിക്ക് കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അതായത് എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ടോന്നല്ലേ ചോദ്യം? സിനിമ ഇറങ്ങുമ്പോൾ അല്ല, മീഡിയാസ് എന്നല്ല, ഈ സോഷ്യൽ മീഡിയ എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഒരു കുറച്ച് നാൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ വലിയ ആക്റ്റീവ് അല്ല.
ഞാൻ വല്ലപ്പോഴും നമ്മുടെ ഫാമിലിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നൊന്നുമില്ലാതെ, പിന്നെ എനിക്കൊരു ഹാൻഡലർ ഇല്ല, ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്. അപ്പം പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നത് മുഴുവൻ മറ്റേ കോമഡി പ്രോഗ്രാംസും അതും ഇതൊക്കെ. അപ്പം കുറച്ച് നാൾ മുമ്പ് വരെ കുറച്ചിങ്ങനെ നെഗറ്റീവ്സും ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പം, കുറച്ച് ന്യൂസുകളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തത് എന്തായിരുന്നു വെച്ചപ്പം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്, അവരെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അവരത് കാണിച്ചു തന്നു. അപ്പോൾ അവരെന്നെ കാണിച്ചു അതിൻ്റെ ഐക്കോണിൽ ഞെക്കുമ്പോൾ ഐക്കോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് വേറെ പോസ്റ്റ് ഒന്നുമില്ല, ചുമ്മാ ഒരു അക്കൗണ്ട് മാത്രമാണ്, വേറെ വീഡിയോസ് ഒന്നുമില്ല. അവർ ഒരു സ്ഥലം ഇത് ആരോ ഒരാൾ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡിയ ആണ്, ഇത് ഇങ്ങനെ പർപ്പസിനാണ്, ഇതിങ്ങനെ ഉണ്ട് എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ മാത്രമല്ല, ഇതുപോലത്തെ വേറെ ഫിലിം മേക്കേഴ്സ്, വേറെ ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, എല്ലാവരും. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ വലിയൊരു പ്രശ്നം അതാണ്, നമുക്ക് ഒളിഞ്ഞിരുന്ന് ഒരാൾക്ക് തന്നെ പല ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാളെ കുറിച്ച് ഫേക്ക് ആയിട്ട് പറയാം. അത് ഇവിടെ ഇരുന്ന് ചെയ്യാം, എബ്രോഡ് ഇരുന്ന് ചെയ്യാം. അപ്പം അത് ഈസിയാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു വലിയ സ്ട്രെസ്സാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരാള് നമ്മൾ ഇന്നേ വരെ എന്താ പറയുക, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര മോശക്കാരനായിട്ട് ചിത്രീകരിച്ച് പറയുക, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണെന്ന് കുറെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, നമ്മൾ തളരും എന്നൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം ലൈഫിൽ ചലഞ്ചസ് ഉണ്ടാവും, പ്രൊഫഷണലി നമ്മൾ പോകുമ്പോൾ എതിരുകളുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, കല്ലെറിയാൻ ആളുണ്ടാവും, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ വന്നത് ഒരു താഴെ എന്താ പറയാ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ആ ഒരു ജീവിതത്തിലെല്ലാം കണ്ടു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. ദിസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഞാൻ അങ്ങനെ ഇതിനെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഈ സിനിമ ഇറങ്ങിയപ്പോഴും കുറച്ച് പേര് നമുക്ക് കാണുമ്പോൾ അറിയാതാണ്, നമ്മൾ അതിനെക്കുറിച്ച് ബോധമല്ല. നമുക്ക് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ക്രിറ്റിസിസം വരുമ്പോൾ അത് നമുക്ക് ഗുണകരമാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കാരണം അതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കുക, മറ്റേതങ്ങ് ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മൈക്കുണ്ടോ ഇന്ത്യയിൽ? ദിശയുടെ മകനായിട്ടാണ് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് വലതുവശത്തെ കണ്ണലിലും. ആടുജീവിതത്തിന് ശേഷം ആടുജീവിതത്തിന്റെ ഒരു ലൊക്കേഷനും അവിടുത്തെ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വലതുവശത്തെ കണ്ണലിൽ. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു മാറ്റവും അതുപോലെ ഇപ്പം ദിശയുടെ മകനായിട്ട് അഭിനയിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ ആടുജീവിതത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ ജോഗ്രഫി ആവട്ടെ, മൊത്തത്തിൽ കഥാപാത്രം ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, മൊത്തത്തിൽ എനിക്ക് തോന്നുന്ന രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ട് കഥാപാത്രങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് സാധനങ്ങളായിരുന്നു രണ്ടു പേർക്കുണ്ടായിരുന്നു ക്യാരക്ടേഴ്സിന്. ആടുജീവിതത്തിന് ഇതുപോലെ കുറെ ജോഗ്രഫി അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു, ആ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ കഥാപാത്രത്തിന് കൂടുതലും എനിക്ക് തോന്നുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ അധികം ഇല്ലായിരുന്നു എന്നുള്ളത്. പക്ഷെ അവൻ്റെതായിട്ടുള്ള ഒരു വിക്ടിം എന്നുള്ള രീതിയിലാണ് ഞാൻ അവനെ നോക്കിക്കണ്ടത്. ഒരു ടോക്സിക് പാരന്റിങ്ങിന്റെ ഒരു വിക്ടിം എന്നുള്ള രീതിയിൽ ഒരുപാട് വേറൊരു രീതിയിലല്ലാതെ വിക്ടിമാണ് ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ഒരുപാട് വിക്ടിംസ് എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഒരുപാട് ഉണ്ട്. ഒരുപാട് ഇതുപോലെ പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങളായിട്ട് ഇതുപോലെ തെറാപ്പിക്ക് എടുക്കുന്ന കുറച്ചധികം ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് ഷെയ്ഡ്സും മേ ബി ഈ ഒരു കഥാപാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവാം. പിന്നെ സെറ്റില് ഇതുപോലെ അഭിനയിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ബിജുചേട്ടന്റെ മുമ്പില് ബിജുചേട്ടൻ ആ ക്യാരക്ടറൊക്കെ പിടിച്ചിരിക്കുന്ന ആ മാനറിസങ്ങളും സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നതാണെന്നൊരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു എന്നെ പോലൊരു വെഡിങ് ആക്ടറിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. സോ ബീങ് ഒപ്റ്റിമിസ്റ്റിക് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ബിജുചേട്ടനാണെങ്കിലും ബിജുചേട്ടനോട് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ പോലീസ് വേഷത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കള്ളൻ വേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഈ രണ്ട് വേഷവും എടുക്കാൻ നേരത്ത് അതിനകത്ത് ഏതായിരുന്നു ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കും, പിന്നെ
മാക്സിമം കൂല് കാര്യമുള്ള ചാൻസുള്ള ക്യാരക്ടേഴ്സ് നോക്കും. സേഫ് ആയിട്ടുള്ള കൗണ്ടർ പിടിക്കുന്നത്, അത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള, തിയേറ്ററിലെ ആക്സെപ്റ്റൻസ് ഉള്ള, നമ്മളെ അംഗീകരിക്കുന്ന, സിനിമ വർക്കൗട്ടാണ്, സിനിമ തിയേറ്ററിൽ ഹിറ്റാവുന്ന, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മളൊരു ക്യാരക്ടർ സെലക്ട്. ഇപ്പൊ എനിക്കൊരു ആക്ടർ എന്ന രീതിയിൽ ഇപ്പൊ എനിക്കിപ്പോ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കള്ളന്റെ ആണെങ്കിലും ഒരു പോലീസിന്റെ എന്താണെങ്കിലും നമുക്ക് പെർഫോമൻസിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഏത് ക്യാരക്ടർ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇത് ശ്രദ്ധിക്കാറ്. താങ്ക് യു. ഇനിയുണ്ടോ ചോദ്യങ്ങൾ എന്തെങ്കിലും? അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടിരുന്നതിനും തീർച്ചയായിട്ടും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നത് മുൻവിധികളില്ലാതെ ഈ സിനിമ കാണാൻ വരിക എല്ലാവരും, അത് തന്നെയാണ് വേണ്ടത്. കാരണം ഇതൊരു നല്ലൊരു ഇമോഷണൽ ഇതുണ്ട്, ഇതിനകത്തൊരു മെസ്സേജാണ്. ഫുൾ ഫാമിലി ആയിട്ട്, കാരണം ഇപ്പം എന്നെ വിളിക്കുന്നവരൊക്കെ പറയുന്നതാണ് ഇത് ഫുൾ ഫാമിലി ആയിട്ട് വന്ന് കാണാം. അപ്പം ഈയിടെ എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് സർക്കാരും പോലീസും ഒക്കെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഇതിനകത്ത് ഭയങ്കരമായൊരു മെസ്സേജ് ഉണ്ട്. ഇതുപോലെ ഒരാളേക്ക് അയച്ചു തന്ന ഒരാൾ സിനിമ കണ്ടിട്ട് വീഡിയോ എടുത്ത് അയച്ചതാണ്. അപ്പം അങ്ങനെ സിനിമ കാണുന്ന ജെനുവിൻ ആയിട്ട് നല്ല പ്രേക്ഷകർ ഇതിനെ ഭയങ്കരമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയുന്നു. ഇതുപോലെ സപ്പോർട്ട് ചെയ്തവരും ഇനി സിനിമ കാണാൻ പോകുന്നവരോട് ദയവ് ചെയ്ത് മുൻവിധികളൊന്നും ഇല്ലാതെ കാണുക. ഇതൊരു സസ്പെൻസും ട്വിസ്റ്റിനും പ്രാധാന്യമുള്ള ത്രില്ലറല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ, കാരണം ഇടയ്ക്ക് മിസ്സായാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗും അതും ഇതൊക്കെ തോന്നും. പക്ഷെ അത് അങ്ങനെ ഫോളോ ചെയ്താൽ എനിക്ക് ഉറപ്പാണ് ഇത് നല്ലൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ വല്ലാത്തൊരു ഫീലിലായിരിക്കും ഇറങ്ങുന്നത്. കാരണം ഞാനത് ഇപ്പം പറയുന്നത് എന്താ പറയുക, റിലീസിന് മുമ്പ് അത് എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഇപ്പം പറയുന്നത് പ്രേക്ഷകർ എന്നോട് അതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ വന്ന് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ തന്നെ കാണുക. അപ്പോൾ താങ്ക് യു. ദൃശ്യം 3 ഏപ്രിൽ 2-നാണ് റിലീസ്. എന്തെങ്കിലും പറയാനല്ലോ പറഞ്ഞത്? അത് ഇത് തന്നെ, ഒരു പ്രതീക്ഷയില്ലാതെ ഒന്ന് കാണുക. 1 അല്ല, 1 പോലെയല്ല, 2 പോലെയല്ല. അതിനകത്തും ഞാൻ കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ ഇമോഷനിലൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഒരു ജഗപോഗ സിനിമ പ്രതീക്ഷ വന്നാൽ നിരാശയായിരിക്കും. പക്ഷെ അതൊരു നല്ല സിനിമ എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിനെ 1ഉം 2 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ വന്നാൽ എനിക്കറിയില്ല. കാരണം ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ്. ഇപ്പൊ ഇതിനെയും മെമ്മറീസും ദൃശ്യമൊക്കെ ആയിട്ട് ഇതിനെന്നല്ല ഏത് സിനിമ ഇറങ്ങിയാലും ഉടനെ അതാണ് കമ്പാരിസൺ. ഇതിനെനിക്ക് തോന്നുന്നത് ഇത് ഈ ട്രെയിലറിലും ടീസറിലും എവിടെയോ മെമ്മറീസിന്റെ ഒരു ഇത് വന്നു. ദൃശ്യം 1-ന് മുമ്പ് മെമ്മറീസ് ഇറങ്ങി, ഇപ്പൊ ദൃശ്യം 3 വരുന്നു, അതിന് തൊട്ട് മുമ്പ് അതേ ജോണറിലുള്ള ഒരു പടം വരുന്നു. അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂവിലെല്ലാം പറഞ്ഞത് ഇതിനകത്ത് ട്വിസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പം മുൻവിധികളില്ലാതെ വന്ന് സിനിമ കാണുക. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. കാരണം ഇനി ആൾക്കാർ തന്നെ എന്തുവാണെ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു തുടങ്ങി. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.